ഇവിടെ കലിങ്ക് പൊളിഞ്ഞു കിടക്കുക. ഇതേ വണ്ടിയൊന്നും പൂജാണ് ബോർഡേഴ്സുണ്ട്. അതുകൊണ്ടല്ല സുഹൃത്ത് ഈ നട റോഡിൽ ഞങ്ങൾ ഇന്ന് കളിക്കുന്നത്. വലിയൊരു വാടക ലോൺ വാടക ഇപ്പൊ 5 5 10 15 20 അരമണിക്കൂറിലെത്തും. ഓ നമ്മുടെ സർക്കാർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാനും അതെ അവിടെ വീട്ടില് അണ്ണാച്ചിയുടെ നിയമം പറഞ്ഞ പൈസ വാങ്ങിക്കുന്നുണ്ട്. അയാൾ വന്നിട്ട് കുട്ടികളെ അമ്മേനെ എന്തൊക്കെ ചീത്ത പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ എത്ര വേണ്ടി വരും? ഓഹരി മുഴുവൻ നമ്മളെ കൊണ്ടുപോയി അത് നാളെ കൊണ്ടുപോകണം. കളി ഇന്ന് മാത്രമല്ലല്ലോ, കളി നാളെ മനസ്സിലായി. എത്ര വിസകളും ഒരു പ്രായം ഈ ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ ഭക്ഷണം തന്നെ കാശേറ്റ പോയി മുത്തല്ലേ ഒരു താഴെ കഴിക്കും. അയ്യോ, നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലല്ലോ. ഞാൻ ഇരിക്കണോ അപ്പുറത്ത്? ഒരു വാഴ വെക്കാൻ പാടി മനുഷ്യർക്ക് നേരെ വെളിച്ചാൽ തുടങ്ങിയിട്ടുള്ള ഈ തായ്മാര് നീറ്റ് വരില്ലേ? ഈ പണ്ടാറിന് ഈ കല്ലിന് പൊളിച്ച ഒരു മനുഷ്യൻ കോപ്പറേറ്റീവ് പാർട്ടിക്ക് കിടക്കുന്നില്ല. ഇതാ പുള്ളിടുന്നതിന് വിടുന്നത് ബാക്കി കോപ്പറ ഇതെങ്കിലും ഉണക്കിയിട്ട് വേണം നായി അരി വാങ്ങണമെങ്കിൽ നീറ്റ് വരി കൊടുത്തിട്ടുണ്ട്. ഒന്നാമന്റെ സൂര്യ ഈ
തന്തലവേനൊന്നും എനിക്കറിയില്ലേ? എന്റെ വായിലിരിക്കണ ഒന്നും കൂടി കേൾക്കരുതിട്ടാ. ഞാനെന്തായാലും പണി പറയാൻ നോക്കി വൈകാനുള്ളൂ. കുടുംബത്തോടുണ്ടോ ഉച്ചയൊന്നും അന്വേഷിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ വരുന്നത് വഴിപ്പെടുന്നതല്ലേ. അതിനൊന്നും പേടിയൊന്നുമില്ലല്ലോ. ഹേയ്, എന്തൊരു കഷ്ടം. ഉറപ്പ് പറഞ്ഞവന് താഴെ വന്നിരുന്നോ? എന്ത് താഴെ കളിച്ചാ? എന്തൊരു യോഗം. എന്താ മുത്തച്ഛിക്ക്? പോയിക്കോളെ എടുത്തിട്ടാ. മധുരമുണ്ടേ ഉള്ളിലെല്ലാം കഴമ്പുണ്ടേ ഉള്ളമാകെ വെള്ളമുണ്ടേ വെള്ളമുള്ള ഉള്ളമാകെ മധുരമുണ്ടേ ചൂടു തട്ടി ഉള്ളിലുള്ള കഴമ്പെല്ലാം പാറ പോലുറച്ചുപോയി ജീവിതം പോലെ നമ്മുടെ ജീവിതം പോലെ ചൂടു തട്ടി ഉള്ളിലുള്ള കഴമ്പെല്ലാം പാറ പോലുറച്ചുപോയി ജീവിതം പോലെ നമ്മുടെ ജീവിതം പോലെ കണ്ടൂടാ എന്തെങ്കിലും ബോധം നമുക്കൊക്കെ എത്രയൊന്നും തീയതി അപ്പോൾ ചോദിക്കണോ അവനോട്? ഓന്റെ അടുത്തല്ല കുന്തണ്ടല്ലോ. 31. ഒന്നും വേണ്ടടാ, തന്റെ മകനും ഒന്നും വേണ്ട. കുടുംബശ്രീന്ന് ലോൺ എടുത്തതേ ഞാനാണല്ലോ. അതടയ്ക്കാനുള്ള അവസാനത്തെ തീയതിയാ നാളെ. എന്തെടുത്ത് അടയ്ക്കാൻ വിചാരിച്ചിരിക്കുന്നത്? എന്റെ സൂചിയെ കുടുംബശ്രീയിൽ ലോൺ എടുത്തേ ലോൺ എടുത്തിട്ടുണ്ടോ? ഞാനങ്ങോട്ട് പിരിഞ്ഞി എന്താ പറഞ്ഞാലും മനസ്സിലാവില്ല. നല്ല വിവരമില്ല. ഇരിക്കുന്ന പേരുടെ വാതിൽ പറഞ്ഞിട്ടേ വല്ല കൂട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടാൾക്കും. ഞാൻ പൈസ കൊടുത്ത ആശാനെ കൊണ്ട് ഉണ്ടാക്കിച്ച വാതിലാണ്. പിന്നൊരു കാര്യം, ഇന്ന് രാത്രി 1000 ഉറുപ്പില്ലാണ്ട് എവിടുന്നാ എന്താ ഒന്നും അറിയണ്ട. രണ്ടാളും വീടിന്റെ പടി തരണ്ട്. ഇന്റെ കയ്യിൽ കൊടുത്തതിന്റെ പൈസ മനസ്സിലായല്ലോ. നല്ല മരല്ലേ? എന്താ അംശം? ഒന്നാളെന്റെ മോനെ നോക്കി എന്താ കാര്യം പിന്നെ വല്ല നടക്കുവോ? എന്ത് നടക്കും? അതൊന്നും നടക്കണമല്ലോ. അതൊക്കെ വലിയ ആൾക്കാരെ വാങ്ങി തന്നെ തിരിച്ചത് എമ്മയുടെ കാര്യക്കാരുള്ളൂ. ഇക്കുന്ന പയ്യങ്ങൾ വരച്ചിട്ടില്ല. എന്റെ കൂലം പോലെ എന്താണ് ദൈവങ്ങളെ മരം കൊടുത്ത് മുത്തശ്ശിയെ താഴെ കേട്ട ദൈവേ ഒരു താഴെ കാട്ട് ദൈവേ എന്റെ മോനെ ഒന്ന് കര കയറ്റി ചെയ്യ്.
ദൈവേ എന്റെ മോനെന്ന് കര കയറ്റി ചേച്ചി. എന്തു പറ്റി രാമേന്ദ്ര? എന്താ രാമേന്ദ്ര നിന്റെ പ്രശ്നം? ഞങ്ങൾ എന്താണ് വേണ്ടത് രാമചന്ദ്ര? യാതൊരുള്ള വിഷമോ എന്റെ മോനെ കുറിച്ചാണോ? മോനിതുവരെ ഒരു തൊഴിലൊന്നും ആയില്ല. എല്ലാം ശരിയാവും രാമേന്ദ്ര, നീ കളിക്കേ. എന്തെങ്കിലും വേണ്ട ആവശ്യത്തിന് വെയിലുണ്ടാവില്ലല്ലോ. മനുഷ്യനെ ഉരുക്കാൻ മാത്രം എന്നുണങ്ങാനാ ഭഗവാനെ. അതൊരു ഗതികേടൊന്നുമില്ല. ചാപ്പൊന്ന് വെച്ചാൽ കൂടി ഇവിടെ ഒരു മനുഷ്യൻ. മോളെ ചോടെ പോയി കിടക്കാണ് എന്റെ കുട്ടിയെ. എത്ര പോലെ നേരമായി ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. മോളെ അല്ല നോക്കി എന്തേന്നു? എന്താ സുനിയെ മോളെ കണ്ട? ഏത് മാളല്ലേ? എന്റെ മണിക്കുട്ടീനെ ആടിന്റെ കടയപ്പോ ഇന്നലെ രാത്രി പോയതാണ് എന്റെ കുട്ടിയെ. എത്ര പോലെ നേരമായി നമ്മളിങ്ങനെ തെരഞ്ഞു നോക്കണത്. അതെ, ആ പാടത്തെ പറമ്പിലാണെങ്കിലും ഉണ്ടാവും. മണിക്കുട്ടിയെ കെട്ടിടാവുന്നില്ലേ? ഞാൻ അതിനെ കെട്ടിടാറൊന്നുമില്ല. ഓളിന്റെ അടുത്ത് കൂടെ പാട്ടും പറമ്പിലും കോലായും ഉമ്മർത്തൊക്കെ ഇങ്ങനെ കഴിയും. അല്ല, അപ്പൊ അതിന്റെ കാട്ട മൂത്ര കാലത്തൊക്കെ അറിയേ? എന്തപ്പത് അതൊക്കെ നമുക്ക് സീരായി. എന്താ ആളായാലും എന്തായാലും കുട്ടിയല്ലേ. ആണല്ലോ. ഉണ്ടി മൂത്ത കുട്ടി അതിനെ കാണാണ്ടായി. ഇന്നലെ രാത്രി പെട്ട് കെട്ടിയില്ലേ ഓളിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കി അറിഞ്ഞിട്ടാ വെട്ടണ്ട് കേട്ടോ. പിന്നെ ഓള് ഓടിയങ്ങോട്ട് പോയി. ഞാൻ ഓറെ പിടിച്ച് പിന്നെ രാത്രിയല്ലേ എന്തിന്നലെ രാത്രി നമ്മൾ ഓളെ കണ്ണടച്ചിട്ടില്ല. എന്താണ് നീ ചേച്ചിന്റെ പഠിച്ചോനെ ഓടി ഓടി മനസ്സിൽ പഠിച്ചോനെ മണിക്കുട്ടി എന്താ അല്ല ആ കഴിഞ്ഞിട്ട് അമ്മണ്ടാവുക ഞമ്മള് മണിക്കുട്ടിയെ ഇതിന്റെ ബോളിന്റെ മോളെ ഒന്ന് ഉണക്കിയിരുന്നേ. ആകെ ഒച്ചക്കൂടിയൊക്കെ ഏതും നിങ്ങൾ അറിഞ്ഞില്ലേ? ആ പാക്കുമാത്താന്റെ ആടില്ലെന്നു അത് ഇന്നലത്തെ ആ ഇടിവെട്ടിന് എങ്ങോട്ടൊക്കെ അറിയാണ്ട് ഓടിത്ര. ആ പെണ്ണുങ്ങൾക്ക് ഏതാ നിലയും വിളി കൂട്ടി നാടന്ന് തരും. എവിടെ പോയാ ബോളിന്റെ മോളൊന്നും ചെയ്യാനേ പറഞ്ഞു. ഒപ്പറൊക്കെ ഇതിനെ മോളോട് ഞാൻ മറന്നു നിലവില്ല. ഇങ്ങനെ നോക്കിയിരുന്നല്ലേ
ഒരു തുള്ളിന് പിടിച്ചിട്ട് എന്താണ് ഇത് പൗരി ഒന്നാമത്തെ സുഹൃത്തെ നിങ്ങൾ വണ്ടി പൂജ അവിടെ ആ കരിങ്ക് പൊളിഞ്ഞെടുക്ക 5-8 മാസമായി കരിങ്ക് പൊളിഞ്ഞെടുക്കുന്നു. അല്ല ഇങ്ങോട്ട് വണ്ടി ഒന്നും പോകില്ല. അതെ അവിടെ കരിങ്കില്ല അത് പൊളിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ വണ്ടി പോവുക പറഞ്ഞാൽ ഓരോന്ന് പാൻറ് കൊടുത്തിട്ടുണ്ട്. വേറെ വഴിയൊന്നുമില്ലേ? വേറെ വഴിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ രാത്രിയിൽ പോകാൻ പറ്റില്ല. പകലൊക്കെ വേണമെങ്കിൽ പോവാം. പക്ഷെ നിങ്ങളിപ്പോ വന്ന വഴിക്ക് നിങ്ങൾ പോയിക്കോ. എനിക്ക് അത്യാവശ്യമാണോ? എനിക്ക് എന്തായാലും പോണം. അത്ര അത്യാവശ്യമാണെങ്കിൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇത് തോടാണിത്. ഈ തോട് നേരെ പുറകിലേക്ക് പോകും. അങ്ങനെ പോകും. ഇതില് കളിയാക്കാം. ഞാൻ തോണിയിലല്ല വന്നേ, വണ്ടിയിലാ. ഞാൻ കളിയാക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ പ്രാജക്റ്റ്? പറഞ്ഞാ മനസ്സിലാവും. എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്റെ ജീവനെ ആ കളിക്കിന്റെ അപ്പുറത്താ. വല്ലാത്ത കൂട്ട്. ശരീരം ഇവിടെ, ജീവൻ അവിടെ. ഒന്നാറുണ്ട് കേട്ടാ. എനിക്കിതൊന്നും മനസ്സിലാവില്ല. എങ്ങനെ ഇവിടെ വന്നേ? ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ, ഒന്നും വരെ. ഇതാ എന്റെ പണി. വണ്ടിയാണ്. ഇതൊന്ന് നമ്മൾ നാളെ വിചാരിച്ച ആ കളിക്കിന്റെ അപ്പുറത്തേക്ക് ആക്കിക്കൂടെ? ഈ കളിന്റെ ആ ഒന്നാറിന്റെ സുഹൃത്തെ, ഞാൻ ഈ തണ്ടൽ വേദനയ്ക്ക് പരിഹരിച്ചു ഇതൊക്കെ എന്തെടുക്കാൻ പറ്റുക? ഇവിടെ വേറെ ആരും കിട്ടൂലേ? നമുക്ക് ഒരു കളി കളിക്കാം. ഒരു വാര മുത്ത. എനിക്ക് കളി അറിയില്ല. കളിക്കാൻ ഒരാളില്ല. അല്ല അവരെപ്പോഴാ വരിക? അവരൊക്കെ ഇപ്പൊ എല്ലാരും വരും. ഇതാ വരുന്നു. ഇതാ വന്നു. ഇതാ ഇതാ
എങ്ങനെ കളിക്കല്ലേ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. നമ്മളെല്ലാവരും നോക്കിയാ ആ വണ്ടി ഒന്ന് അപ്പുറത്ത് കാത്തിക്കൂടെ? എന്താണ് നീ പറയുന്നത്? പറയുന്ന മനസ്സിലാവുന്നില്ലല്ലോ. നീ കളിക്കാം. ആലാപൊക്കെ പോയില്ലപ്പോ ഒന്നുമില്ല ഒന്ന് പോകണ്ടായി. ഒന്ന് പോയി എന്താ ഇങ്ങനെ കളി? ഒരു കൂട്ടം. ആയും കളിക്കണ്ട ആ ചായ കളിച്ചോ. നല്ല ചായ. കളിക്കട്ടെ. ഓക്കെ രണ്ട്. രണ്ടിനെടുക്കല്ലേ? വെട്ടാല്ലേ? അഞ്ച് വെട്ടാല്ലേ? അഞ്ച് വെട്ടാല്ലേ? വെള്ളത്തി. അതെ ഓന്റെ ശരീരം ഇവിടെ ജീവ അപ്പുറത്താണ്. ആരെ? പിന്നെ എന്താ പറഞ്ഞേ? ഇവിടെ ജീവിയാ. എന്റെ സംഭവം എന്താണ്? ശരീരം ഇവിടെ ജീവ അപ്പുറത്ത്. കൃഷ്ണ കേട്ടാ? ഓന്റെ ശരീരം ഈ കലിങ്കിന്റെ അപ്പുറത്ത്, ഓന്റെ ജീവൻ നമ്മുടെ കലിങ്കിന്റെ അപ്പുറത്ത്. ആദ്യം കേൾക്കാണ്. അതിനാ ജീവൻ. എന്താണ് തരികിടപ്പിക്കാൻ വന്ന? ആ, നമ്മളെ പോലത്തെ ഒരാളല്ല അല്ല. ഓ സാധാരണക്കാരനല്ലട്ടാ ഓനെ സൂക്ഷിക്കണം ഞാൻ തരികിടക്കാരനല്ല. ഇന്റെ ഈ വണ്ടി ഒന്ന് അപ്പുറത്ത് എത്തിച്ചാ മതി. എല്ലാരും കൂടി പറ്റിയാ നോക്കൂലേ? ഒന്ന് എത്തിച്ചേ. ഇതൊരു കലിങ്കാണ്. അത് കലിങ്കല്ലേ? അതുകൊണ്ട് തന്നെ പറയുന്നത് ആ കലിങ്കിന്റെ ആളെന്താണെന്ന് എനിക്ക് അറിയോ? പറ്റില്ല. എടാ ഇത് ആകെ ചേരാണ് ഒരു മനസ്സിലാക്കി കുടിച്ചില്ലൊക്കെ നടത്തി വെക്കാം. അതിനെ കൊള്ളാൻ പറ്റില്ല. പകലൊക്കെ പല ഭാഗമുണ്ടല്ലോ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യണം കൃഷ്ണ, പിടിക്ക്. ഇത് നിങ്ങൾ വന്ന റോഡ്. നിങ്ങളെ വന്ന റോഡ് മനസ്സിലായ? ഇത് നിങ്ങൾ വന്ന റോഡ്. കൃഷ്ണ, വാ. കൃഷ്ണ, ഇത് നിങ്ങൾക്ക് കരിങ്കി നടന്ന് പോകേണ്ട റോഡ്. ഒക്കെ കഴിഞ്ഞ് നടന്ന് പോകേണ്ട റോഡ്. ഇത് നിങ്ങൾക്ക് കരിങ്കി നടന്ന് പോകേണ്ട റോഡ്. ഇതാണ് കരിങ്കി. എന്താണ് പൊന്തി കാണുന്നത്? വാസന കൃഷ്ണ, എനിക്കൊന്നും കാണാനില്ല
സൂക്ഷിച്ച് നോക്കി കൃഷ്ണ, അതൊരു മരപ്പാലത്തിന്റെ കഷ്ണല്ലേ? ശരിയോ? പണ്ട് ഈ കളിക്കിന്റെ അപ്പുറം രണ്ട് നാട്ടുരാജ്യങ്ങളല്ലായിരുന്നു. അന്ന് എത്ര പടയാളികളെയാണ് ഈ കരിങ്കിൽ കൊന്ന് തല്ലിയിട്ടുള്ളത്? അന്ന് രാജാക്കന്മാര് തമ്മിൽ യുദ്ധം ചെയ്യാനല്ലേ ദാസായി ഈ രണ്ട് രാജാക്കന്മാര്. ആ രാജാക്കന്മാരുടെ കാലത്താണല്ലോ പിന്നീട് കരിങ്കന്മാരല്ലേ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. നിങ്ങളിപ്പോ നാരായണ ഭാഷ പറഞ്ഞു കാലില്ലാത്തൊരു രാജാവിന്റെ ദേഹത്തിലൂടെ ഇതിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെല്ലാം മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്ന ഒരു കരിങ്കാണിത്. ദാസ കൃഷ്ണ, നമ്മളിപ്പോ പറഞ്ഞത് ചരിത്രല്ലേ? അതെ, ഈ കരിങ്കിന്റെ മറക്കാൻ പറ്റാത്തൊരു ചരിത്രമാണിത്. അതാണ് ഈ കരിങ്ക്. മനസ്സിലായോ നമ്മൾ ഈ പറയുന്നത്? മനസ്സിലായോ ദാസ? കൃഷ്ണ, അധികം ചരിത്രം പറയേണ്ട രാജദ്രോഹാണ് അതെ കൃഷ്ണ. കൃഷ്ണ വരൂ. ഹൃദയത്തിൻ ചെപ്പിലൊളിച്ചു വച്ചു. എന്നിനി കാണും ഞാൻ, എന്നിനി കാണും ഞാൻ എൻ്റെ പ്രിയതമനെ, എൻ ജീവനെ, നിന്റെ ജീവനിൻ ഹൃദയത്തിൻ ചെപ്പിലൊളിച്ചു വച്ചു. ഹൃദയത്തിൻ ചെപ്പിലൊളിച്ചു വച്ചു. ഞാനിരിക്കുന്നു നിന്നെ കാണുവാൻ കൊതി പൂണ്ടി രാവിൻ്റെ നീലനദിക്കരയിൽ നിരാലംബം പ്രാണഹീനമാണെൻ്റെ ഉടൽ നിൻ ഹൃദയത്തിൻ വീണയിൽ സ്പന്ദിക്കുന്ന നാദമാണിന്നെൻ ജീവൻ. നീ വാഴുമിടത്തിലേക്കെത്തുവാനല്ലോ സഖി ഏകാന്ത സഞ്ചാരിയം ഞാനുഴലുന്നു നിത്യം. ഹലോ, ആ കരിങ്കിന്റെ ഉള്ളിൽ ഒരു മരുത്ത പുക. അതൊരു മനുഷ്യന് പോലെ രാജാവ് കിരീടം വെച്ചു. ഓക്കേ, രാജാവാ. നമ്മുടെ പ്രാന്തം കുഞ്ഞിക്കാ, പ്രാന്തം കുഞ്ഞിക്കാണോ മുടി പറ്റ ചരിത്രം. മൂപ്പർക്ക് പാചകത്തിൽ പാലത്തിന്റെ അടിയിൽ ഇരുപത് ഒഴിയും.
ഹലോ ഞാന് എന്താ ചെയ്യാൻ പറഞ്ഞ പൈസ കാര്യം 1000 ഉറുപ്പികയല്ലേ അത് എന്തെങ്കിലും ചെയ്ത് ശരിയാക്കി തരാം അതൊക്കെ ഒന്ന് കൊടുക്കണ്ടാണ് കമ്മിറ്റി അതൊന്ന് റെഡിയാക്കി തരാം ആ ശരി അല്ല രാജനൂതാ ഇതിപ്പോ ഇവിടെ കാണാനില്ലല്ലോ അല്ല എന്റെ മധ്യയില് പോന്ന് റോഡ് അടച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ മൂല പറ്റിച്ചതാവോ അല്ല പോലെ എന്തെങ്കിലും വഴിയില്ല നീ വണ്ടി തപ്പുക നടത്താൻ ആ ഏട്ടാ ഞാന് സഞ്ജീവാണ് പിന്നെ എന്താ ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം അതിപ്പോ അമ്മയ്ക്ക് ഇപ്പൊ ആ കുടുംബശ്രീന്ന് ലോൺ ആകെ പ്രശ്നമായിട്ട് അത് ഇന്നെ കൊടുക്കണം 1000 ഉറുപ്പികയല്ലേ അതിൽ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കും ഇതൊന്നും ആലോചിച്ചു എന്തെങ്കിലും വഴി കിട്ടും ഹലോ 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 ഞാന് പറഞ്ഞ പൈസ കഴിഞ്ഞാണ് 1000 ഉറുപ്പിക ആ ലോൺ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് എന്തെങ്കിലും ചെയ്ത് ഒന്ന് റെഡിയാക്കി തരാം ആ ആയിക്കോട്ടെ അല്ല നിനക്ക് പൈസയുടെ ആവശ്യമില്ല അത് ഞാൻ തരാം നീ വണ്ടി ഇതാ ഈ കലിങ്കുന്ന് കറക്റ്റ് തന്നാ മതി എനിക്ക് 1000 ഉറുപ്പികയുടെ ഇപ്പൊ തരാൻ പറ്റുമോ തരാം പിന്നെ പറ്റിക്കരുത്തില്ല കിടത്തിന് ശേഷം ഇല്ല തരും എന്നാ എന്തേലും വേണ്ടാവും നോക്കുന്നത് ഇതിന്റെ അപ്പത്തേക്ക് കിടക്കില്ല വേണ്ടു അതെ എന്തേലും വേണ്ടാവുന്നു കിടന്നുറങ്ങിയാലേ നാളെ രാവിലെ പൈസ കൊടുക്കാതെ നമുക്ക് ആശാരി വാതിന്റെ പല കൊണ്ടുവന്നിട്ട് അതൊക്കെ പിന്നെ തൽക്കാലം എടുക്കണ്ടേ ആവശ്യമില്ലാതെ വിൽക്കാൻ പിടിക്കാൻ നമ്മൾ ആവശ്യം എടുക്കണ്ടേ എന്താണ് ഈ സെക്കൻഡ് എടുത്തിട്ട് പറയാം എന്താ നോക്കിയിട്ട് വണ്ടി എടുക്കാതെ നോക്കിട്ടോ പിന്നെ എന്താ വണ്ടി എടുക്കാതെ
കുടുംബശ്രീ കൊടുക്കാൻ 1000 രൂപ അതൊക്കെ കിട്ടിയത് അതാണ് ഈ പാതിരാത്രി കക്കാൻ പോയാ വെക്കാനൊന്നും പോയി പൈസ കിട്ടി നിന്റെ പുതിയൊരു സ്റ്റാർട്ടപ്പ് അതൊന്നും എടുക്കാൻ പറ്റിയടാ തോറ്റൊക്കെ പിടിച്ച് എത്ര ആൾക്കാരെ ദിവസം ഇവിടെ വന്ന് എക്കരേന്ന് അക്കരയ്ക്ക് പോകാൻ പറ്റാണ്ടി അക്കരേന്ന് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റാണ്ടി തിരിച്ചു പോണ് അവർക്കൊക്കെ ഒരു സഹായമാവുന്ന് പിന്നെ നമുക്ക് ചെറിയൊരു വരുമാനം കേട്ടാ നല്ല സുഖണ്ട് ഇതൊക്കെ നടക്കും എന്താ നടക്കായ ആദ്യത്തെ കസ്റ്റമർ കണ്ടില്ലേ കൊണ്ടടാ ഇത് കൊള്ളാനോടാ ഒരു രസീറ്റ് ബുക്ക് എടുക്ക് എന്റെ സ്വത്താണത് കളിക്കണം. അതെ ഇനി ഇവിടെ കഴിഞ്ഞാൽ പത്തന്നെ പറയാം നമ്മളെ പണിനെ കിടുന്നോളൂ എന്ത് ചവിട്ടണേ
ഓർമ്മയുണ്ടോ? ആ പിന്നെ ഓർമ്മ നമ്മളെ സർവീസ് ചാർജ് എന്ത് സർവീസ് ചാർജ്? ഈ വണ്ടിയോളം അവിടെ ഇവിടെ പോകുമ്പോ എല്ലാവരോടും പറയാൻ വെക്കുന്നില്ല സർവീസ് ചാർജ് ഇവിടെ പഠിക്കുന്നുള്ളൂ കഴിച്ചൊന്ന് പറഞ്ഞു. അല്ലേ അതിന് എത്ര ഇതുണ്ട് 10 മതിയെടാ. 10 മതി. ബൈക്കിനൊക്കെ എത്ര വേണ്ട ബൈക്ക് ബൈക്ക് ബൈക്കിന് 20 എടുക്കോ? എന്നിട്ട് കുറെ ബൈക്ക് വരും. 20 എടുക്കണം. പിന്നെ ഇപ്പോ ത്രീ വീലറിനൊക്കെ എത്ര 3 വീലറിന് 30. ആ എന്ത് നമ്മളൊക്കെ തന്നിട്ട് ജയിക്കും ആദ്യം അല്ലടാ, ഈ ആടിന് കോഴിക്ക് വരുന്നോണ്ട് എന്താടാ ഇതാ? കുട്ടിയേ, മണിക്കുട്ടിയേ, ഓടെ പോയി കിടക്കുകയാണ് ഇതിന്റെ മുത്തേ. ആ ഇന്നലെ ആഴ്ച കിട്ടിയില്ലേ? കിട്ടിയില്ലാന്നു. എത്ര പോലെ നേരമായി നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കും. വന്നത് മണിക്കുട്ടിയെ കാര്യം ചെയ്യും. ആ കളിക്കിന്റെ അപ്പുറത്തൊന്ന് പോയി നോക്കി കണ്ടോ മണിക്കുട്ടിയെ ആരും പറഞ്ഞു അത് ഈ പാലൊക്കെ ഉണ്ടാക്കിയേ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചില്ലതാ. ഞങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്. അല്ല പഠിച്ചോനെ ആടിന് കിട്ടിയാലും സന്തോഷത്തിന് എന്തെങ്കിലും കൊടുത്താൽ ഞാൻ കിട്ടിയത് പോയി ആൾക്കാർ വണ്ടിക്കാർ കാണണോ? ആ മനസ്സിലായില്ലേ ഞാൻ 10 സീറ്റ് പഠിച്ചിട്ടുണ്ട്. അല്ല സന്ദീപേ, ഇപ്പൊ എന്താ പരിപാടി? ജോലിയൊക്കെ എന്താ? ഒരു ചെറിയ ബിസിനസ് ഓഹോ, അത് നന്നായി. ബിസിനസ് ആവുമ്പോഴേ നാട്ടില് കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുമല്ലോ. അതെന്തായാലും നന്നായി മോനെ. അതെ, എന്ത് ബിസിനസ് സ്റ്റാർട്ടപ്പ് പോർട്ടബിൾ ഫ്രിഡ്ജോ? അതെന്താടോ? മാറിയില്ലേ? എന്താണോ? എന്നാലും എനിക്കാണ് പാലം ഈ പാലില്ലാത്തോണ്ടേ ഞാൻ എത്ര കഷ്ടപ്പെട്ട സ്കൂളിൽ പോയിരുന്ന, എത്ര നടത്ത് പോയിരുന്നറിയോ. ഇപ്പൊ എന്തായിരുന്നു ഈ പാലം വന്നപ്പോഴേ 9:00 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എത്ര സമാധാനമായിട്ട് പോരാ. എന്തായാലും നിങ്ങളെ പോലുള്ള കുട്ടികള് നിങ്ങളുടെ സമൂഹത്തിന് നല്ല പോർട്ടബിൾ ബിസിനസ് ഒക്കെ തുടങ്ങുന്നത് നല്ല കാര്യമാണ് കേട്ടോ. എന്തായാലും നന്നായി ബിസിനസ് ഒക്കെ വിജയിക്കട്ടെ. ഞാൻ പോട്ടെ. സർവീസ് ചാർജ് ഉണ്ടോ? പഠിപ്പിച്ചേ സർവീസ് ചാർജ് തരാമേ. എല്ലാവർക്കും പഠിപ്പിച്ചല്ലേ ഞാൻ അടുത്ത പ്രാവശ്യം വരും. അത്ര മതിയോ? എന്നാ നീ അടുത്ത തവണ വരുമ്പോ വാങ്ങണം കേട്ടോ. അടുത്ത തവണ വരുമ്പോ വാങ്ങാം. ആ വരും. അതെ, എനിക്ക് അപ്പുറത്തേക്കൊന്ന് പോണമായിരുന്നോ?
സത്യം പറയുന്നു. ആരാണ് പറഞ്ഞത്? എടി അതിന്റെ ഒരു കൂട്ടുകാരി മനസ്സിലായി. തനിക്ക് മനസ്സിലായി. ഒന്നും നടക്കില്ല പോലെ ടോളിന്റെ പൈസ മേടിച്ചപ്പോ എന്താണ് എന്റെ സൂചി പറയുന്നത്? ഇന്ത്യത്തെ ആളുകളിലേക്ക് നിങ്ങൾ വായി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പൈസ അയക്കുന്നിവിടെ. നിങ്ങളെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോളി. എന്തവിടെ കാര്യമില്ലേ എന്താണ് ഞങ്ങളുടെ പുതിയ ബിസിനസ് പുതിയ ബിസിനസ്സാ അതെന്താണ് കളിക്കാണ്ട് എങ്ങനെ എത്ര കാശ് മുടക്കിട്ട് ഇവിടെ കളി നിന്റെ പിന്നിലാ ജീവൻ എന്തവിടെ പാലം പണില്ല ആരോടും ജനങ്ങൾ പാലം പാല വരാൻ പോകും അതിന് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞു ഇനി പാലം മാറ്റണം നിയമവിരുദ്ധമാണ് കളിക്കേ ഒന്ന് ഉഷാറാക്കാം എവിടെ കൊടുത്ത പാലം ജീവമാനം പ്രശ്നം നിർത്താൻ എന്റെ ആൾക്കാർ ജീവിതമാണോ മരണമാണോ കണ്ടു നിൽക്കുന്നു. ഇത് ഇന്റെ ഉമ്മരവാദിലാ. ഇത് കടന്നു വരുന്നവരൊക്കെ ഇന്റെ വിരുന്നുകാരാ. ഇത് പിടിച്ചെടുത്ത് മാറ്റാൻ ഒരാൾക്കും അവകാശമില്ല. മനസ്സിന്റെ ആഴങ്ങളിൽ ഇരുളിൻ കരുങ്കുകളുടച്ചുവാക്കാം പുതിയ വെട്ടമൊഴുകും നദികളാ അകലങ്ങളിൽ നമ്മെ
ചിരിക്കുന്ന അത്ഭുത ലോകങ്ങൾ കാണാം. അവിടേക്കു കൈകോർത്തു പോകാം, അവിരാമൊരുമയിൽ വാഴാം. ഇരുളിൻ കരുമ്പുകൾ ഉടച്ചു പുതുകാലമേ പാലങ്ങൾ തീർത്തു മുന്നേറാം. ഇരുളിൻ കരുമ്പുകൾ ഉടച്ചു പുതുകാലമേ പാലങ്ങൾ തീർത്തു മുന്നേറാം. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നടന്ന ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു കഴിഞ്ഞു. ഏറ്റവും അവസാനം അമ്പിളി കലാസമിതി അണിയിച്ചൊരുക്കിയ തനത് നാടകം കലിങ്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ അഭിനയിച്ചവരെ ഒന്ന് പരിചയപ്പെടാം. ഇത് കൃഷ്ണൻ ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട വായനശാലയുടെ ലൈബ്രറിയും കൂടിയായിട്ടുള്ള കൃഷ്ണൻ. വേലായുധൻ അമ്പിളി കലാസമിതിയുടെ സംഗീത രംഗത്തെ വളരെ സജീവ സാന്നിധ്യമായിട്ടുള്ള വേലായുധനാണ് വേലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സുദേവൻ 4 വാതുവെപ്പുകാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രമുഖനായിട്ട് സുദേവ്. ഫാറൂഖ് മുല്ലപ്പൂർ ഇതിലെ സഞ്ചാരിയായി അനാഥനായി അലയുന്ന കാമുകനായി ഒക്കെ അഭിനയിച്ച ഫാറൂഖ് മുല്ലപ്പൂർ. ഇത് ഫാറൂഖും അദ്ദേഹം അന്വേഷിച്ചത് ആരെയാണോ ആ പ്രിയപ്പെട്ടവൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. ഇത് KV രമ പാത്തുമ്മ താത്തയായിട്ട് അഭിനയിച്ചു. കലാസമിതിയിലെ സജീവ സാന്നിധ്യം. ഇത് വിഭാവരി എൻ്റെ അനിയൻ്റെ മകളാണ്. മദ്രാസിലാണ് സ്ഥിരതാമസം. 4 ദിവസം അവധിക്ക് വന്നപ്പോൾ അഭിനയിക്കാമെന്നോ ചോദിച്ചപ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അവിടെ ബാംഗ്ലൂർ കോളേജിൽ നാടകമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് വിഭാവരി. അജിതൻ പള്ളിപ്പാട് കലാസമിതിയുടെ നെടുന്തൂണാണ്. ഇതിലേറ്റവും ശക്തനായിട്ടുള്ള വാതുവെപ്പ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അജിതൻ. സന്ദീപോ സാരംഗോ അമ്പിളി കലാസമിതിക്ക് ഒരു ഭാവിയുടെ വാഗ്ദാനം എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ ഉദിച്ചുയരുന്ന താരം നന്നായി പെർഫോം ചെയ്തു. ഇതിലെ സന്ദീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വാതുവെപ്പുകാരിൽ മൂന്നാമൻ ഹരിശ്യാം. വാതുവെപ്പുകാരിൽ 4ാമതായി അഭിനയിച്ചത് നമ്മുടെ സ്വന്തം കുമാരേട്ടനാണ്. അവരൊന്നും മുഖവര ആവശ്യമില്ലാത്തവരാണ്. എല്ലാ നാടകങ്ങളിലും അവരൊക്കെ ഉണ്ട്. ദാസ് കുറ്റിപ്പാല ഇല്ലെങ്കിൽ നാടകമില്ല. അത് മറ്റേ അല്ലെന്ന് പേര് ദാസൻ എന്ന കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചു. സജി ഇത് എഴുതിയ കഥാകൃത്ത് ഈ നാടകത്തിലെ മുഖ്യ കേന്ദ്ര കഥാപാത്രമായി കണക്കാക്കിയത് തായം രാമചന്ദ്രനാണ്. 24 മണിക്കൂറും തായം കളിക്കുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രമായി തായം രാമചന്ദ്രനായിട്ട് അഭിനയിച്ചത് സജി വട്ടംകുളം. അദ്ദേഹത്തിന്റെ കാമുകിയായി അഭിനയിച്ചത് സ്വന്തം ഭാര്യ. അത് സാവിത്രി ടീച്ചറാണ്. ഈ നാടകത്തിലും ടീച്ചറായി തന്നെ അഭിനയിച്ചു. നന്നായി പെർഫോം ചെയ്തു. അഞ്ജു അരവിന്ദ് വട്ടംകുളത്തിന്റെ നാടക കേന്ദ്രമാണ്. അഞ്ജു ഇല്ലാത്തൊരു നാടകം ഇല്ല. അതില് സജി എന്ന തായം രാമചന്ദ്രന്റെ ഭാര്യയായി അഭിനയിച്ച സുനിത. ഇനി ഇതിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, അത് പോയി. ആട് അവരെ കൊണ്ടുപോയി. അതിന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. ഇത് അടുത്തത്
CM നാരായണൻ ആറങ്കോട്ടുകര ഈ നാടകത്തെ ഇങ്ങനെ ആക്കി തീർത്തത്, ഇത്ര മനോഹരമായ ഒരു കലാസൃഷ്ടിയാക്കി തീർത്തത് നാടകം സംവിധായകന്റെ കലയാണെന്ന് ഓരോ നിമിഷവും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരു മികച്ച കലാസൃഷ്ടിയാക്കി തീർത്ത പ്രിയപ്പെട്ട നാരായണൻ ഈ നാടകം എഴുതിയത്, ഈ നാടകത്തിന്റെ ആശയം അതൊരു വലിയ ആശയമായി വികസിപ്പിച്ചത് സൂരജാണ്. സൂരജ് ഈ കലാസമിതിയൊക്കെ വളരെ സജീവ സാന്നിധ്യമാണ്. സൂരജിന്റെ കൂടെ തന്നെ രമയും അമ്മയും മകനും കൂടിയിട്ടാണ് ഈ നാടകത്തെ ഒരു കൃതിയായിട്ട് അവതരിപ്പിക്കാവുന്ന ഒരു കൃതിയായി മാറ്റിയത്. അതിനെ എല്ലാവരും കൂടി ചേർന്ന് പോഷിപ്പിച്ചു. അതാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു നല്ല നാടകമായി ഇത് മാറിയത്. അതിൽ പാട്ട് എഴുതാനും രമയുടെ കൈയുണ്ടായിരുന്നു. ഒരു വരി ഞാനും എഴുതി. അതിൽ നാടകത്തിൽ ഇതിൽ പാടിയവര് ആര്യ, സൂരജ്, രമ. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ സൗണ്ട് ഒരുക്കിയ എല്ലാവർക്കും. സുനിൽ എവിടെ? ശ്രീജിത്ത് എവിടെ? ശ്രീജിത്തും സുനിലും ഒരു ഇതിന്റെ ശബ്ദവും വെളിച്ചവും സംഗീതം കൊടുത്തത്, പശ്ചാത്തല സംഗീതം കൊടുത്തത് ആറങ്കോട്ടുകരയിലുള്ള ശ്രീജിത്താണ്. ലൈറ്റിംഗ് വേണ്ട പോലെ പ്രകാശം നമുക്ക് തന്നത് സുനിലാണ്. സൗണ്ട് സനി ഇവിടെ. എല്ലാവരും വരും. അതുപോലെ ഇത് കൃത്യമായി ഈ 2 ദിവസത്തെയും പരിപാടി വീഡിയോഗ്രാഫി ചെയ്ത ഒരാളവിടെ നിശബ്ദനായി നിൽക്കുന്നുണ്ട് ആ ക്യാമറയുടെ പിന്നില്. നന്ദൻ തോട്ടുപുറം. ഈ അദ്ദേഹത്തിന്റെ വളരെ നിശബ്ദമായ പ്രവർത്തനങ്ങളാണ് എല്ലാ കാലത്തേക്കുമുള്ള അമ്പിളിയുടെ സേവനങ്ങളുടെ രേഖാചിത്രമായി മാറാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ എല്ലാവർക്കും അല്ലെ, ഇനി ആരും വിട്ടുപോയില്ലല്ലോ. അവസാനത്തെ ഗ്രൂപ്പ് സോങ്. എല്ലാവർക്കും ഈ നാടകം കണ്ടിരുന്ന ഇന്നത്തെ പരിപാടിയും ഇന്നലത്തെയും പരിപാടികളെല്ലാം കണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു.